കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആത്മീയ ചിന്തകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബൈബിളിലെ ചില കാര്യങ്ങൾ പഠിക്കുവാൻ തക്കവണ്ണം സർവശക്തനായിരിക്കുന്ന കർത്താവ് ഒരുക്കുന്ന വലിയ കൃപയെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന വിഷയമെന്ന് പറയുന്നത് ജീവകിരീടം എന്നുള്ളതാണ്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 10-ാം വാക്യപ്രകാരം വെളിപ്പെടുത്തുന്നു, മരണപര്യന്തം വിശ്വസ്തനായിരിക്കാം, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. 7 സഭയ്ക്കുള്ള ദൂതിൽ 2-ാമത്തെ സഭയായിരിക്കുന്ന സ്മുർണയിലെ സഭയ്ക്കുള്ള ദൂതിൽ കർത്താവ് വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തുകയാണ്, മരണപര്യന്തം വിശ്വസ്തനായിരിക്കാം, എന്നാൽ ജീവകിരീടം ഞാൻ നിനക്ക് തരും. ഒരു ജീവകിരീടത്തെക്കുറിച്ചാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ലോകത്തിൽ വിവിധ രാജ്യങ്ങളെ ഭരിച്ചിരുന്ന രാജാക്കന്മാരുണ്ട്, ചക്രവർത്തിമാരുണ്ട്, പ്രഭുക്കന്മാരുണ്ട്, ന്യായാധിപന്മാരുണ്ട്. ഇവരെല്ലാം ധരിച്ചിരുന്ന കിരീടങ്ങളുമുണ്ട്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെയും ഭരിച്ചിരുന്ന രാജാക്കന്മാരുണ്ട്. നമ്മുടെ കേരളത്തെ ഭരിച്ചിരുന്ന രാജാക്കന്മാർ നാട്ടുരാജാക്കന്മാരുമുണ്ട്. അവരെല്ലാം ശിരസ്സിൽ അണിഞ്ഞിരുന്ന കിരീടങ്ങളുണ്ട് എന്ന് കാണുവാൻ കഴിയുന്നു. എന്നാൽ പല കിരീടങ്ങളും നഷ്ടപ്പെട്ടു പോയി. ചില കിരീടങ്ങൾ മ്യൂസിയങ്ങളിൽ കാഴ്ച വസ്തുവായിട്ട് ശേഷിച്ചിരിക്കുന്നു എന്ന് കാണുവാൻ കഴിയുന്നു. ലോകത്തിലെ കിരീടങ്ങൾ മാറ്റപ്പെട്ടു പോകും. കിരീടം ധരിച്ചിരുന്ന രാജാക്കന്മാരും മാറ്റപ്പെട്ടു പോയി. ലോകത്തിലെ കിരീടങ്ങൾ ക്ലാവ് പിടിച്ചും തുരുമ്പ് പിടിച്ചും അതിൻ്റെ ശോഭ മങ്ങിയും പോകുന്നു. എന്നാൽ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കിരീടം ജീവന്റെ കിരീടമെന്നാണ് ഈ കിരീടത്തിൻ്റെ പേര്. ജീവന്റെ കിരീടത്തിലേക്ക് വരുന്നതിന് മുമ്പ് ദൈവവചനത്തിൽ ഒന്നിലധികം കിരീടങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആ കിരീടങ്ങളൊക്കെ ഒരു ദൈവ പൈതലിന് വേണ്ടി ദൈവം ഒരുക്കിയതാണ്. കർത്താവിൻ്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ 2 തിമോത്തിയോസ് 4:7-8 വാക്യങ്ങൾ പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തോടടുക്കുമ്പോൾ പൗലോസ് വെളിപ്പെടുത്തുന്ന ഒരു വെളിപ്പെടുത്തൽ പ്രകാരമാണ്, ഞാൻ നല്ല പോർ പൊരുത്തു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. അപ്പോൾ നീതിയുടെ ഒരു കിരീടത്തെക്കുറിച്ച് വ്യക്തമായിട്ട് പൗലോസ് വെളിപ്പെടുത്തുകയാണ്. നീതിയുടെ ഒരു കിരീടമുണ്ട്, അതെനിക്ക് ലഭ്യമായി തീരും, എനിക്ക് അത് പ്രാപിച്ചെടുക്കുവാൻ കഴിയും. ഉറപ്പോടെ പറയുവാനുള്ള കാരണം, പൗലോസിനോട് ചോദിച്ചാൽ പൗലോസ് പറയും, ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് എന്നെ കർത്താവ് പിടിച്ച ആ നിമിഷം മുതൽ കർത്താവിന് വേണ്ടി നല്ല പോർ പൊരുതി, കർത്താവിന് വേണ്ടി ഓട്ടം തികച്ചു, കർത്താവിനുള്ള ആഴമായ വിശ്വാസം ഞാൻ കാത്തു, കർത്താവിന് വേണ്ടി പോർക്കളത്തിൽ പോരാടി. പരാജയപ്പെടേണ്ട പല മേഖലയുണ്ടായിരുന്നു. എന്നാൽ പരാജയപ്പെടാതെ ആ പോരാട്ടത്തെ ജയിച്ചു മുന്നേറി. കർത്താവിനുള്ള ആഴമായ വിശ്വാസം കാത്തു സൂക്ഷിച്ചു, തൻ്റെ ഓട്ടം തികച്ചു. അതുകൊണ്ട് പൗലോസ് പറയാണ്, എനിക്കൊരു നീതിയുടെ കിരീടമുണ്ട്, അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. അപ്പോൾ നല്ല പോർ പൊരുതിയെന്ന് ഉറപ്പുണ്ടെങ്കിൽ, കർത്താവിനുള്ള ആഴമായ വിശ്വാസം കാത്തു എന്ന് ഉറപ്പുണ്ടെങ്കിൽ, കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ഓട്ടം തികച്ചു എന്ന് ഉറപ്പുണ്ടെങ്കിൽ, പൗലോസിന് മാത്രമല്ല ആ നീതിയുടെ കിരീടം നമുക്ക് ലഭ്യമായി തീരും, നമുക്കും പ്രാപിച്ചെടുക്കുവാൻ കഴിയും. രണ്ടാമതൊരു കിരീടത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നത് 1 പത്രോസ് 5:4 എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിൻ്റെ വാടാത്ത കിരീടം പ്രാപിക്കും. ഇപ്പോൾ രണ്ടാമതായിട്ട് തേജസ്സിൻ്റെ വാടാത്ത കിരീടം. ലോകം തരുന്ന കിരീടങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ അത് മാറിപ്പോവും, അതിൻ്റെ ശോഭ മങ്ങിപ്പോവും.
എൻ്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടു പോകും. എന്നാൽ ഇടയശ്രേഷ്ഠൻ ആരാണ്? കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു. ആ കർത്താവ് പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിൻ്റെ വാടാത്ത കിരീടം പ്രാപിക്കും. ലോകത്തിൽ കിരീടമൊന്നും ലഭിച്ചില്ലെങ്കിലും നമ്മൾ അർഹരായിരുന്നു, യോഗ്യരായിരുന്നു, അതിനുള്ളതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ലോകം നമുക്ക് തന്നില്ല. എന്നാൽ നിരാശപ്പെടേണ്ട കാര്യമില്ല, ഭാരപ്പെടേണ്ട കാര്യമില്ല, ദുഃഖിക്കേണ്ട കാര്യമില്ല, തല താഴ്ത്തേണ്ട കാര്യമില്ല. ലോകം തരുന്ന കിരീടങ്ങൾ ലോകം പ്രശംസിക്കും, നമ്മളെ അഭിനന്ദിക്കും. എന്നാൽ ചില തെറ്റുകൾ കടന്നു വരുമ്പോൾ അഭിനന്ദിച്ചവരും പ്രശംസിച്ചവരും കിരീടം ശിരസിൽ വച്ചവരും നമുക്കെതിരെ പറയുവാൻ സാധ്യത കൂടുതലുള്ള ഒരു ലോകമാണ്. എന്നാൽ ലോകത്തിൽ നമുക്ക് പ്രശംസയൊന്നും ലഭിച്ചില്ലെങ്കിലും, അർഹരെങ്കിലും വേണ്ട കിരീടങ്ങളോ മാന്യതയോ ഒന്നും ലഭ്യമായി തീർന്നില്ലെങ്കിലും നിരാശപ്പെടേണ്ട കാര്യമില്ല. കർത്താവ് ഒരിക്കലും വാടിപ്പോകാത്ത തേജസ്സിൻ്റെ കിരീടം തൻ്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്, തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് വീണ്ടും ജനനം ജീവിതത്തിൽ സംഭവിച്ച സകല ദൈവകുഞ്ഞുങ്ങൾക്കും തേജസ്സിൻ്റെ കിരീടം കർത്താവ് ഒരുക്കിയിരിക്കുന്നു. അത് തേജോമാനായ കർത്താവ് പ്രത്യക്ഷനാകുമ്പോൾ അത് നമ്മൾ പ്രാപിച്ചെടുക്കും, നേടിയെടുക്കും. മൂന്നാമതായിട്ട് 1 തെസ്സലോനി 2:19 വെളിപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ മുമ്പാകെ അവൻ്റെ പ്രത്യക്ഷതയിൽ ഞങ്ങളുടെ ആശയോ സന്തോഷമോ പ്രശംസ കിരീടമോ ആരാകുന്നു? നിങ്ങളും അല്ലയോ? അപ്പോൾ ഇവിടെ പ്രശംസ കിരീടത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുക. അപ്പോൾ കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ ഞങ്ങളുടെ ആശയും സന്തോഷവും അതൊരു കിരീടത്തോട് ചേർത്ത് വെച്ച് പൗലോസ് വെളിപ്പെടുത്തുക. നിങ്ങളാണ്, ഞങ്ങൾ മുഖാന്തരം രക്ഷിക്കപ്പെട്ട ദൈവസഭയോട് ചേർക്കപ്പെട്ട നിങ്ങളാണ് ഞങ്ങളുടെ പ്രശംസ കിരീടം. അപ്പോൾ ആത്മാക്കളെ നേടിയെടുക്കുന്ന ദൈവ പൈതലിന് ആ ആത്മാക്കൾ എന്ന് പറയുന്നത് ഒരു പ്രശംസ കിരീടമാണ്. ആരാ പ്രശംസിക്കുന്നത്? ലോകത്തിൽ ഒരു സഭാ നേതാക്കന്മാരും പ്രശംസിച്ചെന്ന് വരത്തില്ല. എന്നാൽ കർത്താവ് പ്രശംസിക്കും, നമ്മളെ അഭിനന്ദിക്കും. കാരണം ആത്മാക്കളെ നേടിയിരിക്കുന്നു. പൗലോസ് കടന്നുപോയ മേഖലയിലെല്ലാം ആത്മാക്കൾ വിടുവിക്കപ്പെട്ടു. പെന്തക്കോസ് നാളിൽ മർക്കോസിന്റെ മാളിക മുറിയിൽ കൂടിയിരുന്ന 120 പേരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. പത്രോസിനെ കുറിച്ച് വെളിപ്പെടുത്തുന്നത് ആത്മനിയോഗപ്രകാരം എഴുന്നേറ്റ് ദൈവവചനം സൂക്ഷിച്ചു കഴിഞ്ഞപ്പോൾ 3000 പേരും 5000 പേരും രക്ഷിക്കപ്പെട്ട് ദൈവസഭയോട് ചേർക്കപ്പെടുക. നമ്മൾ ഓർത്തു നോക്കി, ഇവരെല്ലാം പത്രോസിന് പ്രശംസ കിരീടമാണ്. നീ കർത്താവിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി ഒരുവനെ നേടിയിട്ടുണ്ടെങ്കിൽ, ഒരുവന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ നിന്നിലൂടെ എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അതൊരു കിരീടമായിട്ട് നിന്റെ ശിരസിൽ ശോഭിക്കുക. അത് പ്രശംസാ കിരീടമാണ്. നിന്റെ വാക്കുകൊണ്ട്, നോട്ടം കൊണ്ട്, പ്രവൃത്തി കൊണ്ട്, നീ കൊടുത്ത ട്രാക്റ്റിലൂടെ, നിന്റെ ഗാനശ്രൂഷയിലൂടെ, നീ ആരാധനയ്ക്ക് നേതൃത്വം കൊടുത്തതിലൂടെ, ആത്മനിയോഗപ്രകാരം വചനത്തിൽ ആഴമായ സത്യങ്ങൾ ശക്തമായിട്ട് ഘോഷിച്ചതിലൂടെ, അത് ജീവിതങ്ങളുടെ ഉൾത്തടങ്ങളെ കീഴടക്കി അവർ രക്ഷയിലേക്ക് വന്നതിലൂടെ, ചിലർക്ക് വേണ്ടി മുഴങ്കാൽ മടക്കി പ്രാർത്ഥിച്ചില്ലേ? രാത്രിയെ പകലാക്കി പ്രാർത്ഥിച്ചില്ലേ? കൺപോളകളെ കീഴടക്കിക്കൊണ്ട്, കവിൾത്തടങ്ങളെ കീഴടക്കിക്കൊണ്ട് ചില വ്യക്തികളെ ഓർത്ത് നീ നിലവിളിച്ചത്, കരഞ്ഞത്, പ്രാർത്ഥിച്ചത് അവർക്ക് വിടുതലായി തീർന്നു, മാനസാന്തരമായി തീർന്നു. അതെല്ലാം പ്രശംസാ കിരീടമായിട്ട് നിന്റെ ശിരസിൽ അണിയുന്ന ഒരു ദിവസമുണ്ട്. അപ്പോൾ ഒരു പ്രശംസാ കിരീടം. 1 കൊരിന്ത്യർ 9:25 അംഗം പൊരുതുന്നവനൊക്കെയും സകലത്തിലും വർജന ആചരിക്കും, അതോ അവർ വാടുന്ന കിരീടവും നാമോ വാടാത്തതും പ്രാപിക്കേണ്ടതിന് തന്നെ. അപ്പോൾ വാടാത്ത ഒരു കിരീടത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുക. വാടിപ്പോകുന്ന കിരീടമുണ്ട്, അതിനുവേണ്ടിയല്ല ഒരു ദൈവത്തിൽ ഓടുന്നു.
ഒരു ദൈവത്തിന്റെ ഓട്ടം എന്ന് പറയുന്നത് വാടാത്ത കിരീടം പ്രാപിക്കണം. ചെറുപ്രായങ്ങളിൽ പ്ലാവിൻ്റെ ഇല കൊണ്ട് ഈർക്കിളി കുത്തി കിരീടമുണ്ടാക്കി ശിരസിലണിഞ്ഞ് താൻ രാജാവാണെന്ന് പറഞ്ഞ് ഒന്നിച്ച് കളിച്ചിരുന്ന കാലഘട്ടം. ആ കിരീടമെന്ന് പറയുന്നത് വെയിലിടിച്ച് കഴിയുമ്പോൾ 2 ദിവസം കഴിയുമ്പോൾ അത് വാടിപ്പോവും. അതിനധികം നാൾ നിലനിൽക്കാൻ കഴിയത്തില്ല. ഇതുപോലെയാണ് ലോകം തരുന്ന പല കിരീടങ്ങളും. എന്നാൽ വാടിപ്പോകുന്ന ഒരു കിരീടമല്ല ഒരു ദൈവ പൈതലിന് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നത്. ദൈവ പൈതലിന് ഒരുക്കിയിരിക്കുന്ന കിരീടം എന്ന് പറയുന്നത് വാടാത്ത കിരീടമാണ്, നിലനിൽക്കുന്ന കിരീടം. അതിൻ്റെ തേജസ്സോ ശോഭയോ ഭംഗിയോ മങ്ങിപ്പോകത്തില്ല. അപ്പോൾ ഒരു വാടാത്ത കിരീടത്തിന് വേണ്ടി ഈ ഭൂമിയിൽ ഓടണം. ഓട്ടക്കളത്തിൽ അനേകർ ഓടുന്നു. എന്നാൽ ബിരുദ പ്രാപിക്കുന്ന ഒരു ഓട്ടക്കാരനായി നമ്മുടെ ജീവിതം മാറണം. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു കിരീടമുണ്ട്, വാടാത്ത കിരീടം. യോബ് തൻ്റെ ജീവിതത്തെക്കുറിച്ച് വെളിപ്പെടുത്തുന്ന ഒരു വെളിപ്പെടുത്തലുണ്ട്. എൻ്റെ തലയിലെ കിരീടം നീക്കിക്കളഞ്ഞു. എല്ലാം ഉള്ളവൻ, എന്നാൽ സകലതും നഷ്ടപ്പെട്ടു പോയി. യോബിൻ്റെ പുസ്തകം 19-ാം അധ്യായം 9-ാം വാക്യത്തിൽ വെളിപ്പെടുത്തുകയാണ്, എൻ്റെ തലയിൽ ഒരു കിരീടമുണ്ടായിരുന്നു. ലോകപ്രകാരമുള്ള യോബ് നോക്കുമ്പോൾ തൻ്റെ കുഞ്ഞുങ്ങൾ, ആടുമാടുകൾ, ദാസ്യദാസന്മാർ, തൻ്റെ സമ്പത്ത്, ഭവനം, ഇതെല്ലാം ഒരു കിരീടമായിരുന്നു. എന്നാൽ അതെല്ലാം നഷ്ടപ്പെട്ടു. അപ്പോൾ ലോകത്തിലെ ചില കിരീടങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നത് ദൈവം മുമ്പാകെ ഒരു ദൈവ പൈതലിന് അതൊരു നഷ്ടമല്ല, അവനതൊരു നേട്ടം. യോബിൻ്റെ ജീവിതത്തിൽ തനിക്കുള്ള കിരീടങ്ങൾ നഷ്ടപ്പെട്ടു പോയെന്ന് വിചാരിച്ചുവെങ്കിലും, അത് പറഞ്ഞുവെങ്കിലും, യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവന് നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായി നൽകി അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെ നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ദൈവം തരുന്ന കിരീടം നിലനിൽക്കുന്ന കിരീടം. അതാർക്കും, ഒരു ശക്തിക്കും, ഒരു വ്യക്തിക്കും, ഒരു അധികാരികൾക്കും അതിനെ തകർക്കുവാൻ കഴിയത്തില്ല, അതിനെ നീക്കുവാൻ കഴിയത്തില്ല. അത് നിലനിൽക്കുന്ന കിരീടമാണ്. കൃതാനുവചന സദൃശവാക്യം 12:4 വെളിപ്പെടുന്ന ഒരു വെളിപ്പെടുന്നുണ്ട്. ജ്ഞാനികളിൽ ജ്ഞാനിയായി ശലോമോൻ വെളിപ്പെടുത്തുകയാണ്. സാമർഥ്യമുള്ള സ്ത്രീയെക്കുറിച്ച് ശലോമോന്റെ വെളിപ്പെടുത്തൽ. അവൾ ഭർത്താവിനൊരു കിരീടം എന്ന് പറഞ്ഞിരിക്കുന്നു. സാമർഥ്യമുള്ള സ്ത്രീ ഭർത്താവിനൊരു കിരീടമാണ്. അപ്പോൾ ഭാര്യ ഭർത്ത ബന്ധത്തിൽ ഭാര്യയെക്കുറിച്ച് ജ്ഞാനികളെയും ജ്ഞാനിയായ ശലോമോൻ പറയുക, സാമർഥ്യമുള്ള സ്ത്രീ തൻ്റെ ഭർത്താവിനൊരു കിരീടം. ഞാനിങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു, അവൾ ഭവനത്തിനൊരു കിരീടം തന്നെയാണ്, തലമുറയ്ക്ക്, കുഞ്ഞുങ്ങൾക്കൊരു കിരീടമാണ്. അവൾ തൻ്റെ സഭയ്ക്കൊരു കിരീടമാണ്, ദേശത്തൊരു കിരീടമാണ്. ദൈവഹിതപ്രകാരം സാമർഥ്യത്തോടെ ജീവിതം മുൻപോട്ട് നയിക്കുന്ന പ്രിയപ്പെട്ടവരെ, അത് നിനക്കൊരു കിരീടമാണ്. കുടുംബത്തിന്, ദേശത്തിന്, സഭയിൽ, നിന്റെ പ്രവർത്തന മേഖലകളിൽ അതൊരു കിരീടമായി ശോഭിക്കുന്നു. സദൃശവാക്യം 14:24 ജ്ഞാനികളുടെ ധനം അവർക്ക് കിരീടമെന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. ജ്ഞാനത്തോടെ പ്രവർത്തിക്കുന്ന, ഇടപെടുന്ന, സംസാരിക്കുന്ന ഒരു വ്യക്തിയുടെ ധനമെന്ന് പറയുന്നത് അത് കിരീടമാണ്. കർത്താവിൻ്റെ തിരുവെഴുത്ത് ശ്രവിക്കുന്ന പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ അനേക കിരീടങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തി. ലോകത്തിൽ അനേകം കിരീടങ്ങളുണ്ട്. എന്നാൽ ലോകത്തെ വീണ്ടെടുക്കുവാൻ, പാപത്തിൽ വീണുപോയ മനുഷ്യകുലത്തെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ, സ്വർഗീയ മഹിമകളെ വെടിഞ്ഞുകൊണ്ട് ഈ ഭൂമിയുടെ പരപ്പിലേക്ക് മനുഷ്യ അവതാരമെടുത്തിറങ്ങി വന്നു കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിന് ഈ ലോകം കൊടുത്ത കിരീടമെന്ന് പറയുന്നത് പൊന്നിൻ്റെ കിരീടമല്ല. അവന് കൊടുത്ത കിരീടം
മുള്ളുകൾ കൊണ്ട് മെനഞ്ഞെടുത്ത കിരീടമാണ്. മത്തായിയുടെ സുവിശേഷം 27 അധ്യായം 29 വാക്യം, മർക്കോസിൻ്റെ സുവിശേഷം 15:17, യോഹന്നാൻ്റെ സുവിശേഷം 19 അധ്യായം 2 വാക്യം. ഞാനിങ്ങനെ മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ വിചാരിക്കുക, പിലാത്തോസിൻ്റെ ഗബത എന്ന് പറയുന്ന കൽത്തളത്തിൽ അദൃശ്യമായി കോടിക്കണക്കിന് ദൂതന്മാർ തങ്ങളുടെ കരത്തിൽ തങ്കക്കിരീടം വഹിച്ചുകൊണ്ട് അരുമരക്ഷകനായിരിക്കുന്ന ക്രിസ്തുവിൻ്റെ ശിരസ്സിലണിയുവാൻ പിതാവിൻ്റെ വാക്കിന് കാതോർത്ത് നിൽക്കുമ്പോൾ ഈ ലോകം കർത്താവിന് കൊടുത്തത് മുള്ളുകൾ കൊണ്ട് മെനഞ്ഞെടുത്ത കിരീടമാണ്. ലോകം കൊടുക്കുന്ന കിരീടം വേദനിപ്പിക്കുന്ന കിരീടം. അത് കർത്താവിന് മാത്രമല്ല, കർത്താവിനെ അനുഗമിക്കുന്ന, കർത്താവിൻ്റെ കാൽച്ചുടുകൾ പിന്തുടരുന്ന, കർത്താവിൻ്റെ പ്രിയ മക്കൾക്കും ലോകം തരുന്നത്, ലോകം കരുതി വച്ചിരിക്കുന്നത് വേദനയുടെ കിരീടങ്ങളാണ്. അടിയും നിന്ദയും പരിഹാസവും കൊല ചെയ്യപ്പെടുന്ന അനുഭവങ്ങളും തിളച്ച എണ്ണയിൽ വലിച്ചെറിഞ്ഞ് വെന്ത് പുറത്തു വരുവാൻ ഇമകളടയ്ക്കാതെ നോക്കി നിൽക്കുന്ന ലോകമനുഷ്യൻ, ചക്രവർത്തിമാരുടെ ഉദ്യാനങ്ങളിൽ ദേഹം മുഴുവനും തുണി ചുറ്റി എണ്ണയൊഴിച്ച് ദീപാലങ്കാരത്തിന് വേണ്ടി തീ കൊളുത്തി ദൈവത്തിൻ്റെ അവിശുദ്ധന്മാരെ നിർത്തിയിരുന്ന ലോകം, വന്യമൃഗങ്ങളുടെ മുമ്പിലേക്ക് അവയുമായിട്ട് യുദ്ധം ചെയ്യുവാൻ വലിച്ചെറിയുന്ന ലോകം. ഇപ്പോൾ ലോകം ദൈവമക്കൾക്ക് കൊടുക്കുന്നത് വേദനയുടെ കിരീടങ്ങളാണ്. എന്നാൽ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന കിരീടം തേജസ്സിൻ്റെ കിരീടം, വാടാത്ത കിരീടം, പ്രശംസയുടെ കിരീടം, നീതിയുടെ കിരീടം, ജീവന്റെ കിരീടം. നാം കർത്താവിന് കൊടുക്കുന്ന കിരീടം എന്താ? പ്രാർത്ഥനയിൽ വീഴ്ച വരുമ്പോൾ, വിശ്വാസത്തിൽ വീഴ്ച വരുമ്പോൾ, വിശുദ്ധിയിൽ വീഴ്ച വരുമ്പോൾ, വിശ്വസ്തയിൽ വീഴ്ച വരുമ്പോൾ, കൂട്ടായ്മയിലും കൂടിവരവിലും ആരാധനയിലും വീഴ്ച വരുമ്പോൾ, കർത്താവിന് നാം കൊടുക്കുന്ന കിരീടമെന്ന് പറയുന്നത് വേദനിപ്പിക്കുന്ന കിരീടമാണ്. 2 തിമോത്തിയോസ് 2:5 ഒരുവൻ മല്ലുകെട്ടിയാലും ചട്ടപ്രകാരം പൊരുതാകിയാൽ കിരീടം പ്രാപിക്കുകയില്ല. അപ്പോൾ കർത്താവിന് വേണ്ടി നിൽക്കുന്നത് ശരിയാണ്. കർത്താവ് വിളിച്ച് വേർതിരിച്ചു, കർത്താവ് ശുശ്രൂഷ തന്നു. എന്നാൽ ചട്ടപ്രകാരമാണ്, ദൈവവ്യവസ്ഥ പ്രകാരമാണ്, കർത്താവിൻ്റെ ആലോചന പ്രകാരമാണ് പരിശോധിക്കേണ്ടത് ആവശ്യം. കർത്താവിൻ്റെ ചട്ടപ്രകാരമാണെങ്കിൽ, വ്യവസ്ഥ പ്രകാരമാണെങ്കിൽ, കർത്താവിൻ്റെ പ്രമാണപ്രകാരമാണെങ്കിൽ നാം കിരീടം പ്രാപിക്കും, അല്ലെങ്കിൽ പ്രാപിക്കുവാൻ കഴിയത്തില്ല. ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. വെളിപ്പാട് പുസ്തകം 3:11. കർത്താവ് വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുക, ഞാൻ വരാൻ പോവുകയാണ്. കർത്താവിൻ്റെ വരവെടുത്തിരിക്കുന്നു, സംഭവങ്ങൾ വിളിച്ചറിയിക്കുന്നു, കാണാത്തത് കാണുന്നു, കേൾക്കാത്തത് കേൾക്കുന്നു, മുമ്പിൽ സംഭവിക്കുന്ന സംഭവങ്ങൾ എല്ലാം കർത്താവിൻ്റെ വരവിനെ വിളിച്ചറിയിക്കുക. അപ്പോൾ കർത്താവ് പറയുകയാണ്, നമുക്കുള്ള കിരീടം, നിനക്കുള്ള കിരീടത്തെ നീ മുറുകെ പിടിച്ചുകൊള്ളണം, നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല. പാപത്തിൻ്റെ ശക്തികൾ നിന്നിൽ കർത്തൃത്വം നടത്തി, കർത്തൃത്വം ഏറ്റെടുത്ത് നിന്റെ മേൽ വാഴ്ച നടത്തി നിനക്ക് വെച്ചിരിക്കുന്ന, ആര് വെച്ചിരിക്കുന്നു? സ്വർഗത്തിലെ അപ്പൻ വെച്ചിരിക്കുന്ന കിരീടം നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. ലോകം തിന്മയാണ്, പാപമാണ്. പാപത്തിൻ്റെ അഴുക്കുചാലിൽ ആണ്ടവർ നടിയപ്പെട്ടു പോകാതെ, അങ്ങനെ പോയാൽ കിരീടം നഷ്ടപ്പെട്ടു പോകും. വിശ്വാസഗോളത്തിൽ നിൽക്കുമ്പോൾ വിശ്വാസത്തിന് കോട്ടം സംഭവിക്കുന്ന പലതും മുമ്പിൽ വരും. എന്നാൽ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു ദൈവപൈതലാണെങ്കിൽ കിരീടം നഷ്ടപ്പെട്ടു പോകത്തില്ല. ഇബ്രായ ലേഖന കർത്താവ് പറയുന്നു, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ കർത്താവിനെ നോക്കും. ചട്ടപ്രകാരം പോരാടുക, കിരീടം നഷ്ടപ്പെടുത്തി കളയാതെ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന കിരീടം നമ്മുടെ ശിരസിൽ അണിയത്തക്കവണ്ണം
കർത്താവിൻ്റെ കരത്തിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. പൂർണ്ണമായി വിനയപ്പെടുത്തണം. കർത്താവിൻ്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം 6:1 ഒരു വെള്ളക്കുതിര പ്രത്യക്ഷപ്പെടുന്നു. ആ വെള്ളക്കുതിരപ്പുറത്തിരിക്കുന്നവൻ്റെ ശിരസിൽ ഒരു കിരീടം ഉണ്ട്, അതവന് ലഭിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ വെള്ളക്കുതിരയിൽ വെളിപ്പെടുന്നവൻ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു അല്ല, എതിർ ക്രിസ്തുവാണ്. എതിർ ക്രിസ്തു 7 വർഷക്കാലം ഈ ഭൂമിയെ ഭരിക്കുന്ന ഒരു കാലഘട്ടം സമാഗതമായിരിക്കും. ആദ്യത്തെ 3.5 വർഷം സമാധാനത്തെ വിളിച്ചറിയിച്ചുകൊണ്ട് വെള്ളക്കുതിര പുറത്തു വരികയാണ്. പ്രിയമുള്ളവരെ, എതിർ ക്രിസ്തു സമാധാനം കാണിച്ച് വെളിച്ച ദൂതന്റെ വേഷം ധരിച്ച് വെളിപ്പെടുമ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ തള്ളപ്പെട്ടു പോകാതെ അതിനു മുമ്പ് കർത്താവിലേക്ക് ചേർക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുക. നമ്മുടെ ജീവിതങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കണം, വിട്ടുകൊടുക്കണം. കാരണം ഒരു മഹാപീഡന കാലഘട്ടം വരുന്നു. പിശാചിനാൽ നിയോഗിക്കപ്പെടുന്ന ഒരുവൻ വെള്ളക്കുതിരപ്പുറത്ത് കിരീടധാരിയായിട്ട് വെളിപ്പെടുക. നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരുവനെക്കുറിച്ചുള്ള ബന്ധത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം 19 അധ്യായം 12 വാക്യം, അനേക രാജപുടികൾ തലയിൽ ധരിച്ചവനായി പ്രത്യക്ഷപ്പെടുന്ന കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ച് അവിടെ വെളിപ്പെടുത്തിയിരിക്കുക. അനേക രാജമുടികളെ ശിരസിൽ അണിഞ്ഞുകൊണ്ട് തേജോമനായ കർത്താവ് വെളിപ്പെടുന്ന ഒരു ശ്രേഷ്ഠകരമായിരിക്കുന്ന മഹത്വകരമായിരിക്കുന്ന ഒരു വിവരണം ആത്മാവിൻ്റെ വ്യവസ്ഥതയിൽ യോഹന്നാൻ കണ്ടത് അവിടെ രേഖപ്പെടുത്തിയിരിക്കുക. നമ്മുടെ കർത്താവ് അനവധി രാജമുടികൾ ധരിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെടുന്ന ഒരു സുദിനം അടുത്തിരിക്കുന്നു. ആ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ വിനയപ്പെടുത്താം. വെളിപ്പാട് 4:4 വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് സിംഹാസനങ്ങളിലിരിക്കുന്ന 24 മൂപ്പന്മാരെ കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നു. സാക്ഷാൽ ദൈവത്തിൻ്റെ മുമ്പിൽ അവരുടെ ശിരസിൽ അണിഞ്ഞിരുന്ന കിരീടങ്ങൾ താഴെ ഇട്ട് ദൈവത്തെ ആരാധിക്കുന്ന 24 മൂപ്പന്മാരും തങ്ങൾ ധരിച്ച കിരീടം സിംഹാസനത്തിന് മുമ്പിൽ ഇട്ട് സിംഹാസനത്തിൽ ഇരിക്കുന്നവനെ ആരാധിക്കുന്ന ഒരു കാഴ്ച. വെളിപ്പാട് 4:11 മുതൽ കർത്താവിൻ്റെ വചനം വെളിപ്പെടുത്തുന്നു. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ജീവകിരീടം നിനക്ക് ലഭിക്കും. മരണം എപ്പോൾ നമ്മെ പിടിക്കുന്നു ആ നിമിഷം വരെ വിശ്വസ്തരായിരിക്കണം. കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ, ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ, കുടുംബത്തോടുള്ള ബന്ധത്തിൽ, കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ, മാതാപിതാക്കളുടെ ബന്ധത്തിൽ, സഹോദരങ്ങളുടെ ബന്ധത്തിൽ, നമ്മളെ ആക്കിയിരിക്കുന്ന ജോലി സ്ഥലത്തോടുള്ള ബന്ധത്തിൽ, സഭയോടുള്ള ബന്ധത്തിൽ, ഏതെല്ലാം മേഖലയിൽ നമ്മളായിരിക്കുന്നു അവിടെയെല്ലാം വിശ്വസ്തരായിരിക്കണം. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ എന്ന് പറയുന്ന ഒരു പുസ്തകം വായിക്കുവാനിടയായി തീർന്നു. 12 അപ്പോസ്തലന്മാരുടെ അല്ല, വിവിധ രാജ്യങ്ങളിൽ നിന്ന് ദൈവനിയോഗപ്രകാരം ദൈവത്താൽ നിയോഗിച്ചയക്കപ്പെട്ട വിവിധ ദേശങ്ങളിൽ കടന്ന് ശുശ്രൂഷ ചെയ്ത ചില അപ്പോസ്തലന്മാർ എന്ന പേരിൽ അറിയപ്പെട്ട അഭിഷിക്തന്മാരുടെ, അതിൽ ചൈനയിൽ ശുശ്രൂഷ ചെയ്ത 10 ദൈവദാസന്മാരുടെ ചരിത്രം വായിക്കുവാനിടയായി തീർന്നു. സുവിശേഷ നിമിത്തം അവരെ അന്നത്തെ അധികാരികൾ പിടിച്ചു. ഐസുകട്ടകൾ കൂടെ നിറയപ്പെട്ട ഒരു കുഴിയിലേക്ക് അവരെ തള്ളിയിട്ടു. കരയിൽ നിന്ന് അധികാരികൾ പറഞ്ഞു, യേശുവിനെ തള്ളിപ്പറഞ്ഞാൽ നിങ്ങളെ സ്വതന്ത്രമാക്കാം. അവർ ഏകസ്വരത്തിൽ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ യേശുവിനെ തള്ളിപ്പറയത്തില്ല. ഓരോ നിമിഷവും ഐസുകട്ടകൾ കരയിൽ നിന്ന് ആ കുഴിയിലേക്ക് തള്ളിക്കൊണ്ടേയിരുന്നു. ഐസുകട്ടകൾ വർദ്ധിച്ചു, തണുപ്പ് ഏറി ശരീരം പിറങ്ങലിക്കുവാൻ, തണുത്ത് മരവിക്കുവാൻ തുടങ്ങി. അപ്പോഴവർ പറഞ്ഞു, യേശുവിനെ തള്ളിപ്പറയത്തില്ല. മണിക്കൂറുകൾ പലത് കടന്നു. ഏറ്റവും ഒടുവിൽ 10 പേരിൽ ഒരുവൻ കൈ ഉയർത്തിയിട്ട് പറഞ്ഞു, ഞാൻ യേശുവിനെ തള്ളിപ്പറയാം. അധികാരികൾ പറഞ്ഞു, അവനെ കരയ്ക്ക് കയറ്റാൻ പറഞ്ഞു. അവനെ കരയ്ക്ക് കയറ്റി അവൻ കരയിൽ കയറി അവൻ നിന്നിരുന്ന സ്ഥലത്തേക്ക് നോക്കി. ബാക്കി 9 പേരും ക്ഷീണിച്ച് മരണത്തോടടുക്കുക. അവൻ കണ്ട മറ്റൊരു കാഴ്ചയുണ്ട്. സ്വർഗത്തിൽ നിന്ന് 10 കിരീടങ്ങൾ ഇറങ്ങി വരികയും
ആ 10 കിരീടങ്ങൾ 10 പേര് നിന്ന സ്ഥലത്ത് വന്ന് നിന്നു. അവിടെ ഇപ്പോൾ 10 പേരിൽ 9 പേരെ ഉള്ളൂ. ആ 9 പേരുടെ ശിരസിൽ ആ കിരീടം ധരിക്കപ്പെട്ടു. യേശുവിനെ തള്ളിപ്പറഞ്ഞ മനുഷ്യൻ ഈ കാഴ്ച കണ്ട് വാവിട്ട് നിലവിളിച്ച് തൻ്റെ ശിരസ് ആ തറയിൽ അടിച്ച് നിലവിളിപ്പാൻ തുടങ്ങി. ഈ കാഴ്ച കണ്ടുകൊണ്ട് അധികാരികളുടെ കൂട്ടത്തിലുള്ള ഒരു ഭടൻ, ഒരു മനുഷ്യൻ ഉച്ചത്തിൽ നിലവിളിച്ച്, കർത്താവേ, നീ സാക്ഷാൽ ദൈവമാണ്, ഞാൻ നിന്നെ എൻ്റെ രക്ഷകനും കർത്താവായി സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് തള്ളിപ്പറഞ്ഞവൻ നിന്നിരുന്ന ആ സ്ഥലത്തേക്ക് ഇറങ്ങി നിന്നു. അവൻ്റെ ശിരസില കിരീടം ധരിക്കപ്പെട്ടു. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ജീവകിരീടം. കർത്താവിന് വേണ്ടി മരണം വരെ വിശ്വസ്തയോടെ നിൽപ്പാൻ കർത്താവിൻ്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അവിശ്വസ്തത ജീവിതത്തിൽ കടന്നു വരാതെ വിശ്വസ്തയോടെ നിൽപ്പാനുള്ള ദൈവകൃപ കർത്താവേ നീ എനിക്ക് തരണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. കർത്താവിൻ്റെ വരവെടുത്തിരിക്കും. കർത്താവെ, വിശ്വസ്തന്മാരില്ലാത്ത ലോകം, എന്നാൽ അപ്പോൾ വിശ്വസ്തയോടെ നിൽപ്പാനുള്ള കൃപ തരണം. കർത്താവ് അനേക രാജ്യമുടികൾ ധരിച്ച് മടങ്ങി വരുമ്പോൾ ഞങ്ങളും കർത്താവിനോട് കൂടെ കിരീടങ്ങൾ ധരിച്ചവരായി കർത്താവിനെ അനുഗമിപ്പാൻ കൃപ തരണമേ. 7 നക്ഷത്രം വലം കൈയിൽ പിടിച്ച് ഏറെ രാജാമുടി ശിരസതിൽ ധരിച്ച് 7 പൊന്നില വിളക്കുകളതിൻ നടുവിൽ എഴുന്നള്ളി വന്നോനേ. 7 നക്ഷത്രം വലം കൈയിൽ പിടിച്ച് ഏറെ രാജാമുടി ശിരസതിൽ ധരിച്ച് 7 പൊന്നില വിളക്കുകളതിൻ നടുവിൽ എഴുന്നള്ളി വന്നോനേ. കർത്താവേ, നിന്റെ വരവെങ്കിൽ ആ ജീവകിരീടം പ്രാപിച്ച് അത് ധരിച്ച് മരണമില്ലാത്ത ഒരു യുഗത്തിലേക്ക് വേർതിരിക്കപ്പെടുവാൻ, കർത്താവിനോടുകൂടെ വാഴുവാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.